ഹലോ, കഴിഞ്ഞ 3 വീഡിയോകളായിട്ട് നമ്മൾ കൊറിയൻ സംഗീതത്തെക്കുറിച്ചാണ്, കെ പോപ്പിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്ലാക്ക് പിങ്കിൻ്റെ പിങ്ക് വെനം എന്ന് പറയുന്ന പുതിയ പാട്ടിനെ കുറിച്ചാണ് ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ധാരാളം പേര് വന്ന് കമൻറ്റ് ചെയ്യുകയും BTSനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറയുകയും BTSനെ കുറിച്ച് വീഡിയോ ചെയ്യുകയും BTSനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ കെ പോപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കുകയും അങ്ങനെ കെ പോപ്പിൻ്റെ ജനനത്തെക്കുറിച്ച്, ബർത്ത് ഓഫ് കെ പോപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്താണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തത്. ധാരാളം പേര് ആ വീഡിയോയും കാണുന്നുണ്ട്. ഈ 3 വീഡിയോകളും ഇട്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുവാനും എൻ്റെ വീഡിയോകളിൽ 100 കണക്കിന് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിലുപരി ഈ വീഡിയോകൾ ഇട്ടതിന് ശേഷം ഈ കെ പോപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഇതിലെ കലാകാരന്മാരും കലാകാരികളും എല്ലാം തന്നെ കൊറിയക്കാരാണ്. അവരുടെ പേരുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമുക്കത്ര പരിചിതമല്ല. അതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നതും അതൊക്കെ നന്നായിട്ട് ഉച്ചരിക്കുന്നതും ഒക്കെ അതുമായിട്ട് അടുത്ത് ഇടപഴകുന്ന, കൂടുതൽ അതിനെ പിന്തുടരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എളുപ്പത്തിൽ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അത് എളുപ്പത്തിൽ പറ്റിയിരുന്നില്ല. ചില പാകപ്പിഴകൾ, ചില പേരുകൾ ഉച്ചരിച്ചപ്പോഴുള്ള ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പലരും അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തരികയും തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റോസ് എന്ന് ഞാൻ പറഞ്ഞത് റോസ് എന്നല്ല ഉച്ചരിക്കേണ്ടത്, റോസി എന്നാണ് പറയേണ്ടതെന്നും, ജാൻ കൂക്ക് എന്ന് പറഞ്ഞത് ജാൻ കൂക്ക് എന്നല്ല ജാങ്കൂക്ക് എന്നാണ് പറയേണ്ടതെന്നും ഒക്കെ പറഞ്ഞ് തിരുത്തി തരാനായിട്ട് പലരും ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ BTSലെ RMൻ്റെ IQ ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത്, 142 എന്നാണ് പറഞ്ഞത്. അത് 142 അല്ല 148 ആണ് എന്ന് തിരുത്തി തന്ന ആള്. പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ഫാൻസുകൾ പരസ്പരം ഇത്രയും ഇഷ്ടത്തോടെ, ആരാധനയോടെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുകയും മറ്റൊരു ടീമിനെ വളരെ ഇഷ്ടത്തോടു കൂടി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആരാധക കൂട്ടങ്ങളെ, ആർമികളെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പരിചയിക്കുന്നത്. തമ്മിൽ തല്ലുന്ന, കിട്ടിയാൽ കാലുവായിരുന്ന ആൾക്കാരാണ് ഈ ആരാധക വൃന്ദങ്ങളെന്നാണ് എൻ്റെ അനുഭവ പരിചയം. അങ്ങനെയല്ല കെ പോപ്പിൻ്റെ ആരാധകർ എന്ന് എൻ്റെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകളിലൂടെ ഞാൻ കാണുന്നുണ്ട്. അത് ഏറ്റവും ഹൃദയം നിറയ്ക്കുന്ന, സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നവരെ കുറിച്ച് വീഡിയോകൾ ചെയ്യാൻ കഴിഞ്ഞത് എനിക്കും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങളോട് തുറന്ന് സമ്മതിക്കുകയാണ്. കെ പോപ്പ് ഐഡൽസിനെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഐഡൽസ് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെയാണ്. നമ്മൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളെയാണ് ഈ ഐഡൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ കെ പോപ്പ് ഐഡൽസ് എന്ന് പറയുന്നത് അവിടുത്തെ താരങ്ങളാണ്, നക്ഷത്രങ്ങളാണ്. നമ്മൾ കാണുന്ന ഈ ബാൻഡുകളിലെ പ്രശസ്തരായ പാട്ടുകാരും നർത്തകരും ഒക്കെയാണ് അവിടുത്തെ ഐഡൽസ്. പൊതുവെ കൊറിയയിൽ ഈ ചെറിയ കുട്ടികളുടെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയുമായ ചെറിയ ഗായക സംഘ, നൃത്ത സംഘ ഗ്രൂപ്പുകളൊക്കെയാണ് ആദ്യകാലത്ത് ഈ ഐഡൽസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. കെ പോപ്പ് ഐഡൽസ് എന്ന് പറയുന്നത് ആടുകയും പാടുകയും ചെയ്യുന്നവർ എന്ന് മാത്രമല്ല, അനുകരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും പിന്തുടരപ്പെടുകയും ചെയ്യുന്ന ജീവിതങ്ങൾ കൂടിയാണ് ശരിക്ക് കെ പോപ്പ് ഐഡൽസ് എന്ന് പറയുന്നത്. ഹൈ ഫൈവ് ഓഫ് ടീനേജേഴ്സ് അഥവാ ഹോട്ട് എന്ന് പറയുന്ന 5 പേരടങ്ങുന്ന ഒരു ബോയ്സ് ബാൻഡിലൂടെയാണ് ശരിക്ക് കെ പോപ്പ് ഐഡൽസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കപ്പെട്ടത്. കൊറിയയിൽ ആദ്യകാലത്ത് ബാൻഡ് അംഗങ്ങൾ ക്യൂട്ടും പ്രെട്ടിയും ഒന്നായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സുന്ദരന്മാരായ ടീനേജുകാർ ഗ്രൂപ്പായി ആടിപ്പാടുക എന്നുള്ള ആശയം ആദ്യമായി ഹോട്ട് അവതരിപ്പിച്ചപ്പോൾ കൊറിയക്കാർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. അതവർ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കെ പോപ്പ് ഐഡൽസ് എന്ന് പറയുന്ന ആശയം കൊറിയയിൽ രൂപപ്പെട്ടതും കൊറിയക്കാരുടെ മനസ്സിൽ അത് ഇടം നേടുകയും ചെയ്തത്. സിയോ ടേജി ആൻഡ് ബോയ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ മാഞ്ഞു പോക്കിന് ശേഷം, അവരുടെ പ്രോഗ്രാമുകൾ നിർത്തലാക്കപ്പെട്ടതിന് ശേഷമാണ് ഹോട്ട് എന്ന് പറയുന്ന പുതിയ ബാൻഡ് അവതരിപ്പിച്ച് വിജയിക്കപ്പെട്ടത്. ആ സമയത്തെന്ന് പറയുന്നത് US-യുടെയും UK-യുടെയും ഒക്കെ പോപ്പ് സംഗീതം കൊറിയയും മറ്റ് രാജ്യങ്ങളുമൊക്കെ കീഴടക്കിയ ഒരു സമയമായിരുന്നു.
കൊറിയയിലേക്ക് തന്നെ സംഗീതകാരന്മാർ, മ്യൂസിഷ്യൻസ് ഈ പോപ്പ് സംഗീതത്തെ അപകർഷതാബോധത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സമയത്താണ് ഈ SM എൻ്റർടൈൻമെൻറ്റിൻ്റെ ഉടമസ്ഥനായ ലീ സു മാൻ എന്ന് പറയുന്ന വിദഗ്ധനായ സംഗീതജ്ഞൻ, വിദഗ്ധനായ ഒരു കച്ചവടക്കാരൻ ഈ ഹോട്ട് എന്ന് പറയുന്ന പുതിയ ബാൻഡിനെ കൊറിയയിൽ അവതരിപ്പിച്ചത്. ഈ ബാൻഡിൻ്റെ വരവോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന സംഗീതപരമായിട്ടുള്ള ബാൻഡുകളുടെ കോൺസെപ്റ്റുകളൊക്കെ മൊത്തം തിരുത്തി കുറിക്കപ്പെട്ടു എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. ഈ കുട്ടികൾക്ക് ശരിക്കും അവരൊരു ബാൻഡായിട്ട് അവരൊരു പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന വിജയത്തെക്കുറിച്ചോ ആ വിജയത്തിലൂടെ അവരെവിടെയാണ് എത്തിച്ചേരുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചോ ചിന്തിക്കുവാൻ പോലുമുള്ള പക്വതയുള്ള പ്രായമായിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. അവരുടെ ആദ്യത്തെ ആൽബമായ, ആദ്യത്തെ സ്റ്റേജ് ഷോയായ വാറിയേഴ്സ് ഡിസെൻഡൻറ്റ് എന്ന് പറയുന്ന ഷോയിൽ അവരുടെ ഹിപ്പ് ഹോപ്പ് ഗാനം എന്ന് പറയുന്നത് കൊറിയയിലെ യുവജനങ്ങളെ, ടീനേജേഴ്സിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു പാട്ടായിരുന്നു. ആ പാട്ടിലൂടെ അവർ പറഞ്ഞത് അവരുടെ കാലഘട്ടത്തിലെ ടീനേജേഴ്സ് സ്കൂളുകളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പീഡനങ്ങളെക്കുറിച്ചാണ്, സ്കൂൾ ബുള്ളിയിങ്ങിനെ കുറിച്ചാണ് അവർ ആ പാട്ടിലൂടെ സംസാരിച്ചത്. ഒരുപാട് കുട്ടികൾ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാട്ടിന്, അവരുടെ അവതരണത്തിന് വലിയ സ്വീകാര്യതയാണ് കൊറിയയിലെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയത്. ഒറ്റ രാത്രി കൊണ്ട് ഹോട്ട് എന്ന് പറയുന്ന ബാൻഡ് പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നു. അതുവരെ ഇല്ലായിരുന്ന ഐഡൽ ഗ്രൂപ്പ് എന്ന ആശയത്തിൻ്റെ അവതരണത്തിലൂടെ ലീ സു മാൻ ഹോട്ട് എന്ന് പറയുന്ന ബാൻഡിനെ കൊറിയൻ ആരാധകരുടെ നെഞ്ചിൽ കുടിയിരുത്തി എന്നുള്ളതാണ് സത്യം. ഈ ഐഡൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവതരിപ്പിക്കപ്പെട്ട ആദ്യ ഷോയിലൂടെ തന്നെ ഈ ഹോട്ട് എന്ന് പറയുന്ന ബാൻഡ്, ഹോട്ട് എന്ന് പറയുന്ന ഹൈ ഫൈവ് ഓഫ് ടീനേജേഴ്സ് ശരിക്കും വിക്ടറി ഓഫ് ടീനേജേഴ്സായി മാറി എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. അവരിട്ടിരുന്ന വേഷങ്ങളൊക്കെ പ്രത്യേകിച്ച് ചർച്ചയായി. അന്ന് വരെ ഒരു ബാൻഡും അണിയാത്ത തരത്തിലുള്ള അസാധാരണമായ വേഷവിധാനങ്ങളോടു കൂടിയാണ് ഹോട്ട് അവരുടെ പെർഫോമൻസുകൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നത്. അവരുപയോഗിച്ചിരുന്ന ആക്സസറികളെല്ലാം തന്നെ കൊറിയയിൽ ഒരു വലിയ തരംഗമായി മാറി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. അവരുപയോഗിച്ചിരുന്ന കയ്യുറകളും അവരുപയോഗിച്ചിരുന്ന തൊപ്പികളും അവരുപയോഗിച്ചിരുന്ന മാലകളും എന്ന് വേണ്ട അവരുടെ വാച്ചുകൾ, ഷൂസുകൾ, എല്ലാ സാധനങ്ങളും ചൂടപ്പം പോലെ കൊറിയയിൽ വിറ്റുപോകാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അവരുടെ പേരിൽ സ്റ്റിക്കറുകൾ ഇറങ്ങുക, അവരുടെ ബാൻഡിൻ്റെ ലോഗോ വെച്ച സ്റ്റിക്കറുകൾ, അവരുടെ പടങ്ങളുള്ള പോസ്റ്റ് കാർഡുകളൊക്കെ ധാരാളമായി കൊറിയയിൽ എല്ലാ സ്ഥലത്തും വിൽക്കപ്പെടുകയും ആൾക്കാരൊക്കെ ഇത് കിട്ടുന്നതിന് വേണ്ടി ഇതൊക്കെ വിൽക്കപ്പെടുന്ന കടകൾക്ക് മുന്നിൽ കാത്തു നിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വിചിത്രമായ ഒരു കച്ചവടം നടന്നതും ഹോട്ടിൻ്റെ പേരിൽ തന്നെയാണ്. ഹോട്ട് DNA നെക്ലസുകൾ എന്ന പേരിൽ ഒരു തരം മാലകൾ ധാരാളമായിട്ട് കൊറിയയിൽ അന്ന് വിറ്റഴിക്കപ്പെട്ടു. ഈ DNA നെക്ലസ് എന്ന് പറയുന്ന സാധനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഹോട്ടൽ അംഗങ്ങളായിട്ടുള്ള കുട്ടികളുടെ ചോരയും മുടിയുമൊക്കെ എടുത്തിരുന്നു. ഇത് ഉപയോഗിച്ചിട്ടാണ്, ഇതും കൂടെ ചേർത്തിട്ടാണ് ഈ നെക്ലസുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഈ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ വളരെ വലിയ തരത്തിൽ ഈ നെക്ലസുകൾക്കൊരു കച്ചവടം ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് കഴിഞ്ഞു. അതുകൂടാതെ കൊറിയയിലെ ആരാധകർക്കിടയിൽ ഒരു പുതിയ സംസ്കാരം കൂടെ വളർത്തിയെടുക്കാൻ ഹോട്ടിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവർ പരിപാടി അവതരിപ്പിക്കുന്ന റേഡിയോ സ്റ്റേഷനുകൾക്ക് മുന്നിലും TV സ്റ്റേഷനുകൾക്ക് മുന്നിലും ഇവർ താമസിക്കുന്ന വീടുകൾക്ക് മുന്നിലുമൊക്കെ ആരാധകർ തടിച്ചു കൂടുന്നതും ഇവർക്ക് വേണ്ടിയിട്ട് ആരാധകർ ആർപ്പ് വിളിക്കുന്നതുമൊക്കെ കൊറിയയെ സംബന്ധിച്ച് അന്ന് വരെ ഇല്ലാത്ത പുതിയ ഒരു കാഴ്ച തന്നെയായിരുന്നു. ലീ സു മാൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ തന്ത്രങ്ങളിലൂടെ ഹോട്ട് ധാരാളം റെക്കോർഡുകൾ ഉണ്ടാക്കുകയും അതെല്ലാം തന്നെ ചൂടപ്പം പോലെ കൊറിയ മുഴുവൻ വിറ്റഴിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനോടൊപ്പം തന്നെ അവരുടെ പേരുപയോഗിച്ചും അവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം മറ്റ് തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കപ്പെടുകയും ഇവയൊക്കെ ധാരാളമായി തന്നെ കൊറിയയിൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്തു.
ഇങ്ങനെ ഒരു സംഭവം കച്ചവടവത്കരണം നടന്നു തുടങ്ങിയതോടുകൂടി ഒരു വലിയ വിഭാഗം ആൾക്കാർ ഹോട്ട് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ബാൻഡ് അല്ലെന്നും അവരൊന്നും മ്യൂസീഷ്യൻസ് അല്ലെന്നും അവരൊക്കെ വെറും ഉൽപ്പന്നങ്ങൾ മാത്രമാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണമൊക്കെ നടത്തുകയും ഹോട്ടിൻ്റെ പ്രശസ്തിക്ക് അത് മങ്ങലേൽക്കുന്ന തരത്തിലേക്ക് മാറി തുടങ്ങുന്നതിനുള്ള സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഈ സമയത്താണ് SM എൻ്റർടൈൻമെൻറ്റിൻ്റെ അകത്തു നിന്ന് പുതിയ ഒരു ഗേൾ ഗ്രൂപ്പ് വരാൻ പോകുകയാണ് എന്നൊരു അഭ്യൂഹം കൊറിയയിൽ പരന്നത്. 1997 SES എന്ന പേരിട്ടുകൊണ്ട് 3 പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ SM എൻ്റർടൈൻമെൻറ്റ് അവതരിപ്പിച്ചു. യൂജിൻ, ഷു എന്നീ പേരുള്ള ഈ 3 പെൺകുട്ടികൾ ശരിക്കും കൊറിയൻ സംഗീതത്തെ മറ്റൊരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് വസ്തുത. അതിസുന്ദരികളായ ഈ 3 പെൺകുട്ടികളെ ഈ 3 പെൺകുട്ടികളുടെ മായാജാല സംഗീത പ്രകടനം കണ്ടവരും ആസ്വദിച്ചവരുമൊക്കെ കൊറിയൻ സംഗീതത്തെ യക്ഷി പിടിച്ചു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അത്രയും സുന്ദരികളായിട്ടുള്ള ഈ പെൺകുട്ടികളുടെ പാട്ടിലൂടെ വീണ്ടും K-pop ഐഡൽസ് എന്ന് പറയുന്ന ആശയത്തെ കൊറിയക്കാരുടെ മനസ്സിൽ കോൺക്രീറ്റ് ഇട്ടതുപോലെ ഉറപ്പിച്ചെടുക്കാനായിട്ട് SM എൻ്റർടൈൻമെൻറ്റിന് കഴിഞ്ഞു. 1998 ആയതോടുകൂടി ധാരാളം പുതിയ ഗേൾ ബാൻഡുകൾ വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ സൗന്ദര്യവും മനോഹരമായിട്ടുള്ള പാട്ടുകളും കൊണ്ട് കളം നിറഞ്ഞിരുന്ന SESനെ തോൽപ്പിക്കാനായിട്ട് ഒരു ഗ്രൂപ്പിനും കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ സമയത്താണ് DSP ഗ്രൂപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പ് വരികയും അവർ 2 ബാൻഡുകളെ അവതരിപ്പിക്കുകയും ചെയ്തത്. ചെസ്കീസ് എന്ന് പറയുന്ന ആൺകുട്ടികൾ ഒരു ബാൻഡും ആ ബാൻഡിൽ 6 ആൺകുട്ടികൾ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹോട്ടിൽ 5 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇവർ ഒരു അംഗത്തെ കൂടെ കൂട്ടിച്ചേർത്ത് 6 ആൺകുട്ടികളുടെ ഒരു ബാൻഡായിട്ടാണ് ചെസ്കീസിനെ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇവർ അവതരിപ്പിച്ച ഫിൻ KL എന്ന് പറയുന്ന പെൺകുട്ടികളുടേതായ ഒരു ബാൻഡിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. SESൽ ഉണ്ടായിരുന്നത് 3 പേരാണ്. അതിൽ നിന്ന് ഒരു അംഗത്തെ കൂടുതൽ ഉൾപ്പെടുത്തിയാണ് ഈ ഫിൻ KL എന്ന് പറയുന്ന ബാൻഡിനെ ഇവർ അവതരിപ്പിച്ചത്. ക്രമേണ ചെസ്കീസിനും ഒരുപാട് ആരാധകരുണ്ടാവുകയും ഹോട്ടിനോടൊപ്പം മത്സരിക്കാനുള്ള പ്രാപ്തിയിലേക്ക് ചെസ്കീസ് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൊറിയയിൽ ഉടലെടുത്തു. അതോടുകൂടി ഇവരുടെ 2 വിഭാഗത്തിൽപ്പെട്ട ആരാധകരും തമ്മിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരവും കൂടി നടന്നു എന്നുള്ളതാണ് വസ്തുത. ഈ ഹോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ബാൻഡിൻ്റെ ആരാധകരൊക്കെ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വെള്ള നിറത്തിലുള്ള ബലൂണുകളുമായിട്ട് ഇവരുടെ പരിപാടികളിലൊക്കെ പോകുവാനും തുടങ്ങി. അതേസമയം ചെസ്കീസ് എന്ന് പറയുന്ന ബാൻഡിൻ്റെ ആരാധകർ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും മഞ്ഞ നിറത്തിലുള്ള ബലൂണുകളുമായിട്ട് ഇവരുടെ ഷോകൾക്ക് പോകുവാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആരാധക മത്സരം ഈ ആരാധകർക്കിടയിൽ നിന്ന് ഉടലെടുത്തതല്ല. അന്ന് കൊറിയയിൽ സജീവമായിരുന്ന മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കലഹം, ആരോഗ്യപരമായിട്ടുള്ള കലഹം വളർത്തിയെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള കലഹം വളർന്നതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ K-pop ഐഡൽ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിന് വളരെ വലിയ തരത്തിലുള്ളൊരു വികാസം ഉണ്ടാക്കിയെടുക്കാൻ, വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ ഈ ആരാധക മത്സരം കൊണ്ട് കഴിഞ്ഞു എന്നതാണ്. 1998 YG എൻ്റർടൈൻമെൻറ്റ് ടെഡി പാർക്കിൻ്റെ നേതൃത്വത്തിലുള്ള വൺ ടൈം എന്ന് പറയുന്ന 4 ആൺകുട്ടികളുള്ള ബോയ്സ് ബാൻഡിനെ അവതരിപ്പിച്ചു. ഇവർ ഹിപ്പ് ഹോപ്പ് സംഗീതത്തെ അടിസ്ഥാനമാക്കിയുള്ള പാട്ടുകളാണ് അന്ന് പാടിയിരുന്നത്. പുതുമയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കണമെന്ന OG എൻ്റർടൈൻമെൻറ്റിൻ്റെ നിർബന്ധത്തെ തുടർന്ന് ഇവർ ഹിപ്പ് ഹോപ്പ് സംഗീതത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച പാട്ടുകൾ കൊറിയയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തരംഗമായി മാറുകയും ഹോട്ടിനോടൊപ്പം തന്നെയുള്ള ഇഷ്ടം കൊറിയക്കാർക്ക്, കൊറിയൻ സംഗീത പ്രേമികൾക്ക് ഇവരോട് ഉണ്ടാവുകയും ചെയ്തു. ഹിപ്പ് ഹോപ്പ് ഐഡൽസ് എന്ന് പറയുന്ന പുതിയൊരു ആശയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഓൺ ടൈം എന്ന് പറയുന്ന ബാൻഡിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ഹിപ്പ് ഹോപ്പ് സംഗീതത്തെ കൂടുതൽ ജനകീയമായ രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ഇവരെ പുറമേ നിന്ന് കൊറിയയിലേക്ക് വന്ന പാട്ടുകാർ എന്നുള്ള രീതിയിലാണ് കൊറിയക്കാർ വിളിച്ചിരുന്നത്, ഇവരെ സ്നേഹത്തോടെ കണ്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. 1999 ഗോഡ് എന്ന പേരിൽ ഒരു പുതിയ ബോയ് ബാൻഡ് അവതരിപ്പിക്കപ്പെട്ടു. 5 അംഗങ്ങളാണ് ഈ ബാൻഡിൽ ഉണ്ടായിരുന്നത്.
ആ സമയത്ത് ഏത് പുതിയ ബാൻഡിനെ അവതരിപ്പിച്ചാലും അവരുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഹോട്ട് എന്ന് പറയുന്ന ബാൻഡിനെ പോലെ ആകണം, അവരെ പോലെ വളരെ വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്ന കെ പോപ്പ് ഐഡൽസ് ആയിട്ട് മാറണം എന്നുള്ളതൊക്കെ ആയിരുന്നു. ആ സമയത്ത് കെ പോപ്പ് ഐഡൽസ് എന്ന് പറയുന്ന ആ ഒരു ആശയം, അല്ലെങ്കിൽ കെ പോപ്പ് ഐഡൽസ് എന്ന് പറയുന്ന ആൾക്കാർ നിഗൂഢമായ എന്തോ ആണ് എന്നൊരു ചിന്ത കൂടി ആൾക്കാർക്കിടയിൽ ഉണ്ടായി തുടങ്ങിയിരുന്നു. ഈ നിഗൂഢത പൊളിച്ചെഴുതുക, അല്ലെങ്കിൽ നിഗൂഢത പൊളിച്ച് ഈ ഐഡൽസിനെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്നൊരു ആശയവുമായി ബന്ധപ്പെട്ട് ഈ ഗോഡ് ബാൻഡ് ഗോഡ് ബേബി ഡയറീസ് എന്ന പേരിൽ ഒരു TV ഷോ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ TV ഷോയിൽ ഈ ബാൻഡ് അംഗങ്ങൾ 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ടാസ്ക്. ധാരാളം ക്യാമറകൾക്ക് മുന്നിൽ ഇവർ ഈ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുകയും ആ കുഞ്ഞിനെ ആരോഗ്യപരമായിട്ട് വളർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. ഈ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഇവർ അവിടെ പ്രവർത്തിച്ചിരുന്ന, അന്ന് കൊറിയയിൽ പ്രശസ്തമായിരുന്ന എല്ലാ ബാൻഡുകളെയും ഈ ഷോയിൽ പങ്കെടുക്കുവാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. കൂട്ടത്തിൽ നമ്മുടെ ഹോട്ട് എന്ന് പറയുന്ന അന്നത്തെ ടോപ്പ് ബാൻഡിനെയും ഈ ഷോയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ഹോട്ട് ഈ ക്ഷണം സ്വീകരിക്കാതെ അവരുടെ നിഗൂഢതയ്ക്കുള്ളിൽ തന്നെ നിൽക്കുവാൻ തീരുമാനിച്ചു. ഈ ഗോഡ് എന്ന് പറയുന്ന ബാൻഡ് ഇത് ഏറ്റെടുക്കുകയും അവർ ഈ ഷോ ചെയ്യുകയും ചെയ്തു. ധാരാളം ടി വി ക്യാമറകൾക്ക് മുന്നിൽ അവർ അവരുടെ ജീവിതം തുറന്നു കാട്ടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. 10 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ മറ്റാരുടെയും സഹായമില്ലാതെ ഗോഡ് ബാൻഡിലെ 5 അംഗങ്ങൾ സംരക്ഷിക്കുന്ന, അവൻ്റെ നിർബന്ധങ്ങൾക്കും വാശികൾക്കും സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കുമൊക്കെ കാരണമായി തീരുന്ന കാഴ്ചകൾ ലൈവായിട്ട് നേരിൽ TV-യിലൂടെ കണ്ട ജനങ്ങൾക്കിടയിലേക്ക്, അല്ലെങ്കിൽ ആ ജനങ്ങളുടെ മനസ്സിലേക്ക് ഗോഡ് എന്ന ബാൻഡിന് വളരെ വലിയ സ്വീകാര്യത ലഭിച്ചു. ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബാൻഡിന് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായത് അമ്മമാർക്കിടയിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും നിന്നായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഈ ഒരൊറ്റ ഷോ നൽകിയ പ്രശസ്തിയിലൂടെ ഗോഡ് എന്ന് പറയുന്ന ബാൻഡ് ഹോട്ടിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വളർച്ച നേടി എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ സമയത്ത് ഹോട്ട് എന്ന് പറയുന്ന ബാൻഡ് മറ്റ് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുകയും അവരുടെ ലോകം കൂടുതൽ വിശാലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇൻ്റർനാഷണൽ ടൂർ എന്ന് പറയുന്ന പുതിയ ആശയത്തിലേക്ക് എത്തുകയും ചൈനയിലേക്ക് അവരൊരു മ്യൂസിക് ട്രിപ്പ് നടത്തുകയും ചെയ്തു. അന്ന് ഈ ബാൻഡ് അംഗങ്ങൾ ചൈനയിൽ ചെന്നിറങ്ങുമ്പോൾ ആ ബാൻഡ് അംഗങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ചൈനയിൽ കൊറിയൻ ഭാഷ സംസാരിക്കുന്ന കൊറിയക്കാരായിട്ടുള്ള ആരാധകർ തങ്ങളുടെ ഷോ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നായിരുന്നു. എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ചൈനക്കാരായ ആരാധകരാണ് ഇവരുടെ ഷോ കാണുവാൻ വേണ്ടി, ഇവരുടെ പാട്ട് കേൾക്കുവാൻ വേണ്ടി അവിടെ കാത്തിരുന്നത്. ആയിരക്കണക്കിന് ചൈനക്കാരുടെ മുന്നിൽ കൊറിയൻ സംഗീത ആൽബം, കൊറിയൻ ഷോ അവതരിപ്പിച്ച് ഹോട്ട് ഒരു വലിയ ചരിത്രമാണ് തിരുത്തിക്കുറിച്ചത്. അതിനെ തുടർന്ന് തായ്വാനിലും ഹോങ്കോങ്ങിലുമൊക്കെ ധാരാളം പരിപാടികൾ അവതരിപ്പിക്കുകയും ജപ്പാനിലേക്ക് ഇവരുടെ പ്രശസ്തി എത്തിച്ചേരുകയും ഒക്കെ ചെയ്തു. ഈ ചൈനയിൽ ഇവർ അവതരിപ്പിച്ച ആ ഷോയിലൂടെയാണ് കൊറിയൻ വേവ് എന്ന് പറയുന്ന ആ ഒരു ആഹ്ലാദ രീതി, ആഘോഷ രീതി എന്നത് ഉണ്ടായി വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്ക് ഹോട്ട് എന്ന് പറയുന്ന ആ ബാൻഡ് ഉണ്ടാക്കിയെടുത്ത ആശയത്തിലൂടെയാണ് ഇന്നും കെ പോപ്പ് ഐഡൽസ് എന്ന് പറയുന്ന ആ ഒരു ചിന്ത, ആ ഒരു താരപരിവേഷം നിലനിൽക്കുന്നതും നമുക്കൊക്കെ പുതിയ താരങ്ങളെ കിട്ടുന്നതും. പുതിയ ഒരുപാട് താരങ്ങൾ ഇനിയും കൊറിയൻ സംഗീതത്തിൽ വളരാനുണ്ട്. പുതിയ ധാരാളം കെ പോപ്പ് ഐഡൽസ് ഇനിയും ഈ രംഗത്തേക്ക് കടന്നു വരാനുണ്ട്. കൊറിയൻ സംഗീതത്തിന്, കെ പോപ്പിന് അത്തരമൊരു വലിയ വളർച്ച സാധ്യമാകട്ടെ. നമുക്കൊക്കെ ആരാധിക്കാനും ആസ്വദിക്കാനും ആഘോഷിക്കാനും പുതിയ താരങ്ങളെ ഇനിയും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.